ഞാനിവിടെ റാഗിപ്പൊടി വെച്ചിട്ട് ഇടിയപ്പമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് റാഗിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലയിടത്തും പല പേരാണ് പറയുന്നത്. കുറുമ്പുല്ല്, പഞ്ഞിപ്പുല്ല്, അങ്ങനെ പല ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 2 ഗ്ലാസ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു ചീനച്ചട്ടിയിലിട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ വറുക്കാത്ത പൊടിയാണ്. വറുത്ത പൊടിയാണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. വറുക്കുന്ന സമയത്ത് സൂക്ഷിക്കാൻ, നൈസ് പൊടിയായതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവുകൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇത് ആകുമ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ല് വരും. പിന്നെ നമ്മളിങ്ങനെ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു തരിതരിപ്പ് ഉണ്ടാവും. നമ്മൾ സാധാരണ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയൊക്കെ വറുക്കുന്ന പോലെ തന്നെയാണ് കുറുമ്പലും വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് വറുത്തെടുക്കാം. അപ്പോൾ ഈ കുറുമ്പല് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാം. ഷുഗർ പേഷ്യൻസിനും ഗർഭിണികൾക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. പോഷകാഹാരമൊക്കെ ഉള്ള പൊടിയാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും പേടിക്കാതെ തന്നെ കഴിക്കാം. അപ്പം, ഇടിയപ്പം, പിന്നെ ചപ്പാത്തി, ദോശ, ഇതൊക്കെ കുറുമ്പുല് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഇടിയപ്പമാണ് തയ്യാറാക്കുന്നത്. പൊടി ഞാൻ വറുത്തെടുത്തിട്ട് ആ പാത്രത്തിൽ തന്നെ മാറ്റി വയ്ക്കുകയാണ്. വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളവും അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് എണ്ണയും ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കുന്നുണ്ട്. നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് അത് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് സ്പൂണിന് തന്നെ മിക്സ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ചൂടാറി കഴിയുമ്പോൾ നമ്മുടെ കൈക്ക് തന്നെ നല്ലപോലെ കുഴച്ചെടുക്കുക. ഞാനിതിങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഞാൻ ഇതേപോലെ തന്നെ നമ്മുടെ അച്ചിനകത്തേക്ക് ഇതിട്ട് പീച്ചിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇഡ്ഡലിത്തട്ടിൽ കുറച്ച് എണ്ണയും തേച്ചിട്ട് അതിലേക്ക് തേങ്ങ തൂകി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാനിത് പീച്ചി ഒഴിക്കുകയാണ്. അപ്പോൾ ഞാനിത് പീച്ചി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് ഇഡ്ഡലിത്തട്ടി വയ്ക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ സിമ്മിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് അങ്ങനെ തന്നെ വയ്ക്കുക. ശേഷം നമ്മൾ എടുക്കുമ്പോൾ റെഡി ആയിരിക്കും. കുറുമ്പുല്ലായതുകൊണ്ട് തന്നെ ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. പിന്നെ നമ്മൾ വറുത്തിട്ടാണ് എടുത്തിരിക്കുന്ന പൊടി, അതുകൊണ്ട് അധികം സമയമൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളാണെന്ന് തോന്നി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.